മറിയോ, ഈ സിനിമയെ പറ്റി കുറെ ആൾക്കാർ മോശം പറയാനുണ്ടല്ലോ. മോഹൻലാല്, മഞ്ജു വാര്യർ, ടോവിനോ, പൃഥ്വിരാജ്, ലൂസിഫറിന് 2ാം ഭാഗം. ഇത് പോരെ അളിയ. കമോൺ. മറിയോ, നല്ല മകനിങ്ങ വാടിയിരിക്കുന്ന സിനിമ കാണാൻ കേറിയപ്പോ എമ്പുരാനെ. പക്ഷെ സിനിമ കണ്ടിറങ്ങിയപ്പോ എമ്പുരാനെ ഇങ്ങനായി. ആദ്യത്തെ അരമണിക്കൂർ ഹിന്ദിക്കാരന്റെ പടം എന്നല്ലേ പറഞ്ഞിരിക്കുന്ന? അത് ശരിയാ. രണ്ടാമതെന്നാ പൃഥ്വിരാജ് പറഞ്ഞിട്ട് ഖുറേഷിനെ പറ്റി പറയുന്നല്ലേ? ഖുറേഷിനെ മാത്രമല്ലല്ലോ, സെയ്ദിനെ അല്ലേ കുറെ പറഞ്ഞത്. പറയുന്നെല്ലാം പറയാനുള്ളൂ. ആ നീന്തിലവര് വെറുതെ കുറെ കാശ് ചെലവാക്കിയിട്ടുണ്ട്. നമ്മൾ സിനിമ കാണുമ്പോഴത്തെ എന്ത് ഭംഗിയാണ്. അപ്പൊ കാശ് ചെലവാക്കണ്ടേ? ആ സിനിമ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് ഒരു ഇംഗ്ലീഷുകാരനെ കൊന്നിട്ട് മെട്രോ കൊണ്ടുപോയിട്ടില്ലേ, അതെവിടെയാണ്? പാരീസ് ആണോ സംശയം. ആ ഡെഡ് ബോഡി കൊണ്ടിടാൻ പാരീസ് വരെ പോകുന്ന വല്ല ആവശ്യമുണ്ടായോ? ചേട്ടന്റെ പൈസ പോയി. ഈ സിനിമ മറിയാണ് എടുത്തെങ്കിൽ മറിയ ആ ഡെഡ് ബോഡി എടുത്ത് എവിടെ കൊണ്ടിടും? ഞാനാണെങ്കിൽ എടപ്പള്ളിയിലെ ലുലുമാളി കൊണ്ടിടും. മറിയൂ, ഇത് പാൻ ഇന്ത്യ സിനിമയാണ്. ലുലുമാളി ഇന്റർനാഷണൽ ആണ്. കൂടാതെ എന്റെ ഖുറൈഷ് പാരീസിൽ മാത്രല്ലടാ, എടപ്പള്ളിയിലും ഉണ്ടടാ പിടി. ആമിതെന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. മഞ്ജു ചേച്ചിനെ പറ്റി ആലോചിക്കുന്നത് എന്ത് സൂപ്പറായിരുന്നു. മഞ്ജു ചേച്ചി സൂപ്പറാണ്, ഒന്നും പറയാനില്ല, കിടുക്കാച്ചി. അപ്പൊ ടോവിനോയെ എന്ത് സൂപ്പറാണ്. ടോവിനോനെ വിട്ടേക്ക്. ലൂസിഫറിൽ കുറെ കൈയടിച്ചതാണ്. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഈ ലൂസിഫറും ഈ എമ്പുരാനും കൂടി മിക്സ് ആണ്. ഈ ലൂസിഫറിന്റെ അടുത്ത് മനസ്സ് ഈ എമ്പുരാനെ വെക്ക്. എമ്പുരാൻ നല്ല പടമാണ്, പക്ഷെ ലൂസിഫറിന്റെ അടുത്ത് എത്തിയില്ല, അതാണ് വിഷമം. മറിയോ, വിഷമിക്കണ്ട. ഇനി L3 നമുക്ക് പൊളിക്കാം. L3 നമ്മൾ പൊളിക്കും. 10ാം തീയതി നമുക്ക് ബസൂക്ക കാണാൻ പോണ്ടേ? പിന്നെ ഞാൻ തീർച്ചയായും പോവാ.